നമസ്കാരം. നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് മെഡിറ്റേഷൻ എന്താണ്, സാധാരണയായി മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഈ താല്പര്യം കാണിക്കുന്ന എല്ലാവർക്കും മെഡിറ്റേഷൻ ആപ്റ്റാണോ, എല്ലാവർക്കും ചെയ്യാമോ എന്നുള്ളതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായ മെഡിറ്റേഷ്യോ എന്നുള്ളതിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു കണ്ടംപ്ലേറ്റ് അഥവാ ടു പോണ്ടർ എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ അഗാധമായി അതിനെ വിലയിരുത്തി അനലൈസ് ചെയ്ത് പഠിക്കുന്നതാണ്, മനസ്സിൽ ചിന്തിച്ച് പഠിക്കുന്നതിനാണ് ടു പോണ്ടർ അല്ലെങ്കിൽ കണ്ടംപ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു സ്പിരിച്വൽ ഫീൽഡിൽ അല്ലെങ്കിൽ എക്സ്പേർട്സായിട്ട് ഫിലോസഫി അങ്ങനെ എക്സ്പേർട്സായിട്ടുള്ളവർ ഇതിനൊരു പാസീവ് അവെയർനെസ് സ്റ്റേറ്റായിട്ടും വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പം ഒരു പക്ഷേ നമ്മൾ ഡീപ്പർ ആൻഡ് ഡീപ്പർ കണ്ടംപ്ലേഷനിലേക്ക് പോകുമ്പം ആ ഒരു പാസീവ് അവെയർനെസ് സ്റ്റേജിൽ എത്തുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും അതിന് പാസീവ് അവെയർനെസ് എന്നും വളരെ പോപ്പുലറായ ഒരു അർത്ഥമുണ്ട്. അപ്പം ഇത് രണ്ടാണെങ്കിലും നമുക്ക് അത്യാവശ്യം മനസ്സിന് സമാധാനമായിട്ട് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കണം. പാസീവ് അവെയർനെസ് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവെയറാണ്. ഇപ്പം ഈ പുസ്തകം ഇരിക്കുന്നത് പോലെ തന്നെ നമ്മളും ഇരിക്കുന്നു. നമ്മൾ മൾട്ടി ഡയമെൻഷനലി അവെയറാണ്. പക്ഷേ എന്ത് ശബ്ദമോ ഡിസ്ട്രാക്ഷനോ പുറത്തുനിന്ന് വന്നാലും അകത്തു നിന്നൊരു ചിന്ത വന്നാലും ശരി, നമ്മൾ അതിന് പുറകെ പോകാതെ അതിനെ നമ്മൾ കണ്ട് കേട്ട് പാസ് ചെയ്ത് വിടുന്ന ഒരവസ്ഥ. അതായത് സാധാരണ മനുഷ്യരെന്ന് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോലും എന്ത് വഴിയെ പോയാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തിരിക്കും നമ്മൾ. അത് ചിലപ്പം അത് ഫിസിക്കൽ ലെവലിലേക്ക് റെസ്പോൺസ് പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മളത് റെസ്പോൺസ് ആവുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ ഒരു സാധനവും അറിയാതെ പോലും നമ്മൾ വിടാറില്ല. എന്ത് സാധനം വന്നാലും നമ്മൾ അതിനെപ്പറ്റി ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും, ഒരു അനാലിസിസ് ഉണ്ടാവും, നമ്മളതിനെ ഏതെങ്കിലും രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും. അതാണ് സാധാരണ ഒരു ചിന്തയുടെ ഒരു സയൻസ് എന്ന് പറയുന്നത്. ചിന്ത അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാസീവ് അവെയർനെസ് അഥവാ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കണ്ണടച്ച ആയിക്കോട്ടെ, കണ്ണ് തുറന്നു ഇരിക്കാം, പക്ഷേ അദ്ദേഹം ആ ചെയ്യുന്ന ആളും ആരാണത് ചെയ്യുന്നത്, അവർ പാസീവ്ലി അവെയറാണ്. അവരതിന് ആ അവെയർനെസ്സിൽ അവർ ലയിച്ചിരിക്കുകയാണ്. അതിനാണ് മൾട്ടി ഡയമെൻഷൻ അവെയർനെസ് അല്ലെങ്കിൽ പാസീവ് അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പം ഇനി ആരൊക്കെയാണ് ഇതിന് താല്പര്യപ്പെട്ട് വരുന്നത്? ഫസ്റ്റ് കാറ്റഗറി പൊതുവെ സ്പിരിച്വലി ഇൻക്ലിനേഷൻ ഉള്ളവർ, ആത്മീയപരമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഫിലോസഫി ഡീപ്പായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ മെഡിറ്റേഷനിലേക്ക് വരാറുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി മെഡിറ്റേഷൻ കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി സമാധാനവും സക്സസ്സും ശാന്തിയും ഒക്കെ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ട്. അവർ മെഡിറ്റേഷൻ അന്വേഷിച്ച് വരാറുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മനസ്സിലെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ആങ്സൈറ്റി, വിമിഷ്ടം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ സമാധാനത്തിന് വേണ്ടി വരുന്നുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ രണ്ട് കാറ്റഗറിയും മൂന്നാമത്തെ ഈ കാറ്റഗറി ആയിട്ടുള്ള വ്യത്യാസം, ആദ്യത്തെ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മനസ്സിന് പ്രശ്നങ്ങളില്ല. അവരുടെ ജീവിതം ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്നും ഉയർത്താൻ, ആത്മീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭൗതികപരമായിട്ടാണെങ്കിലും അതിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അവർ മെഡിറ്റേഷൻ ചൂസ് ചെയ്യുന്നത്. അവർക്ക് മനസ്സിൽ പ്രശ്നങ്ങളില്ല, അവർക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നുള്ളത് അവരവരുടെ എഫേർട്ടും ഡെഡിക്കേഷനും അനുസരിച്ചിരിക്കും. മൂന്നാമത്തെ കാറ്റഗറിക്ക് ഇല്ലാത്തത് ഇതാണ്, അവർക്ക് മനസ്സിന് സമാധാനമില്ല. അപ്പം മനസ്സിന് സമാധാനമില്ലാത്ത ഒരാളെ നമ്മൾ മെഡിറ്റേഷൻ കൂടെ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ മെഡിറ്റേഷൻ്റെ ഒരു ഡെഫിനേഷൻ പലരും പറയുന്നത് കോൺസെൻട്രേഷൻ എന്നുള്ളതുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണടച്ച് മനസ്സിലൊരു പൂവിനെ ധ്യാനിച്ചിരിക്കുക, അല്ലെങ്കിൽ ചന്ദ്രനോ ഇഷ്ടദേവനെയോ ഏതെങ്കിലും ധ്യാനിച്ചിരിക്കുന്നതിന്, അല്ലെങ്കിൽ അതിനെ ധ്യാനിച്ചല്ല അതിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനും മെഡിറ്റേഷൻ എന്ന് പറയാറുണ്ട്. ഇത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈനിൽ ഇതിന് ധാരണ എന്നാണ് പറയുന്നത്. നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നതിന്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത ലെവലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡീഫോക്കസ്ഡ് അറ്റൻഷൻ. നമ്മൾ ഒന്നിലും പ്രത്യേകിച്ച് ഫോക്കസ്ഡ് അല്ല, പക്ഷേ വി ആർ വെരി അറ്റൻറ്റീവ്. അതിനാണ് പാസീവ് അവെയർനെസ് എന്ന് പറയുന്നത്. അതൊരു ഒരു മാനസിക തലത്തിലൊരു ഹൈലി ഇവോൾവ് ആയിട്ടൊരു സ്റ്റേറ്റാണ് ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിനും ആൾക്കാർ മെഡിറ്റേഷൻ എന്ന് പറയാറുണ്ട്. അപ്പം ഇത് രണ്ടാണെങ്കിൽ തന്നെയും ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അത് ചെയ്യാൻ അത്ര എളുപ്പമല്ലായിരിക്കാം. അത് തീർത്തും നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിൽ തന്നെ നല്ല വിൽ പവർ ഉള്ള ആൾക്കാർ വളരെ സക്സസ്ഫുള്ളായി മെഡിറ്റേഷൻ ചെയ്ത് അവരുടെ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വന്നു എന്ന് മാത്രമല്ല അവരുടെ പിന്നെയുള്ള ജീവിതത്തിൽ അത് ഒത്തിരി അധികം സഹായിച്ച് അവരുടെ ജീവിതത്തിൽ മുന്നേറിയിട്ടുണ്ട്.
എങ്കിലും നല്ലൊരു ശതമാനം ആൾക്കാർക്കും ആദ്യം തന്നെ അവരുടെ മനസ്സിനൊരു സമാധാനമില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അവരെ പിടിച്ചിരുത്തി ശ്രദ്ധിക്കുക, ഇങ്ങനെ നോക്ക്, മറ്റൊന്ന് ചിന്ത ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞാൽ പാടായിരിക്കും. അപ്പം എന്നാലും നമുക്കതിന് മറ്റ് ഉപാധികളുണ്ട്. അപ്പം അതുകൊണ്ടാണ് യോഗയിൽ മെഡിറ്റേഷൻ കൊണ്ട് ഈ ഒരു കാറ്റഗറിയിലെ ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ, സമാധാനം കിട്ടുക എന്നുള്ളത് മറ്റ് ടെക്നിക്സ് കൊണ്ട്, പ്രാണായാമ, ആസന, റിലാക്സേഷൻ ടെക്നിക്ക്, ഇങ്ങനെ നമുക്ക് 2-3 ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ഈ മെഡിറ്റേഷൻ്റെ ഗുണം കിട്ടും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്ത വരാതെ നമ്മളായിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, നമ്മൾ മനസ്സിൻ്റെ ചിന്ത കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആ സമാധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അത് തന്നെ നമുക്ക് ഈ 3 പറഞ്ഞ കാര്യങ്ങളിലും കൂടെയും ചെയ്യാം. ആസന, പ്രാണായാമ, റിലാക്സേഷൻ ടെക്നിക്ക് അത്രയും ബുദ്ധിമുട്ടാതെ, മനസ്സിനെ പൂർണ്ണമായിട്ടും ചിന്ത ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് വരാതെ തന്നെ നമുക്ക് ഏറെക്കുറെ ആ ഗുണങ്ങൾ കിട്ടും. എങ്ങനെ? ഒന്ന്, നമ്മളൊരു ആസന ചെയ്യുമ്പോൾ നമുക്കൊരു ഉപാധിയുണ്ട്. മനസ്സിന് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണ്. നമ്മൾ ആസന ഹോൾഡ് ചെയ്യുക, അതിൽ ശ്രദ്ധിക്കുക, അതിൻ്റെ സ്ട്രെച്ച് ആസ്വദിക്കുക, റിലാക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മളൊരു ആസന ചെയ്യുന്നത്. പ്രാണായാമം ചെയ്യുമ്പം ഒരു അനുലോം വിലോം പ്രാണായാമമാണെങ്കിൽ നമ്മൾ ഇടത്തെ മുഖിൽ കൂടെ ശ്വാസം എടുക്കുന്നു, വലത്തെ മുഖിൽ കൂടെ വിടുന്നു, വലത്തെ മുഖിൽ നിന്ന് വീണ്ടും ശ്വാസം എടുക്കുന്നു, ഇടത്തെ മുഖിൽ കൂടെ വിടുന്നു. ആ ഒരു സൈക്കിളിൽ ശ്രദ്ധിച്ച് അത് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് അതിൻ്റെ കൗണ്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ്. റിലാക്സേഷൻ ടെക്നിക്കാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്വിക്ക് റിലാക്സേഷൻ ടെക്നിക്ക്, അതിൽ നമ്മൾ ആദ്യം അബ്ഡമൻ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുന്നു, അത് കഴിഞ്ഞ് അബ്ഡമൻ മൂവ്മെൻറ്റും ബ്രെത്തുമായിട്ടുള്ള സിങ്ക്രണൈസേഷൻ ശ്രദ്ധിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ബോഡി ഡീടോക്സിഫൈ ചെയ്യുന്നു, ഇമാജിനേഷൻ നമ്മൾ നല്ല കാര്യങ്ങൾ അകത്തേക്ക് എടുക്കുന്നു, ടോക്സിക് ഐറ്റംസ് പുറത്തേക്ക് കളയുന്നു. അപ്പം ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ചിന്തകൾ കുറച്ചുകൊണ്ട് നമ്മൾ റിലാക്സേഷനിലേക്കും കൊണ്ടുവരുന്നതാണ്. പക്ഷേ നമുക്ക് മനസ്സിന് അപ്പോഴും ഓക്കുപ്പൈ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഉപാധികളുണ്ട്. ഇത് ക്രമേണ ചെയ്ത് നമ്മൾ മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുവരിക. അപ്പം ആദ്യമേ മനസ്സിന് ക്ലേശങ്ങളുള്ളവർ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരവർ വിലയിരുത്തണം. അഥവാ പറ്റിയില്ലെങ്കിൽ അതിന് നിരാശരാകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അതിനുവേണ്ടി തന്നെയാണ് ആൻസൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാൻ ഈ പ്രാണായാമ, ആസന, റിലാക്സേഷൻ ടെക്നിക്ക് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മെഡിറ്റേഷൻ എന്താണെന്ന് കണ്ടു, മെഡിറ്റേഷൻ പൊതുവെ താല്പര്യപ്പെടുന്ന ആരൊക്കെയാണെന്ന് കണ്ടു. ഇതിനകത്ത് മാനസിക ക്ലേശങ്ങളുള്ളവർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അനലൈസ് ചെയ്യാനും ഈ വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.